വയനാട് നിന്ന് ഒരു MP വിജയിച്ചു കയറിപ്പോയി 4 ലക്ഷം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടി ഒരു VIP സ്ഥാനാർത്ഥി വയനാട്ടിൽ ജയിച്ചു, പ്രിയങ്ക ഗാന്ധി. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചു പോയ ഒരിടത്ത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു നിർത്തി. ഈ വയനാടുകാർ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവർക്ക് അവരുടെ MP ഒരു VIP MP ആണെന്നുള്ള ബാധ്യതയും ഗതികേടുമാണ്. വയനാടിനെ അടിസ്ഥാനപരമായി പ്രകൃതിക്ഷോഭങ്ങൾ, പ്രശ്നങ്ങൾ, നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെയുള്ള ആളുകൾക്ക് പുനരധിവാസത്തിന് പ്രശ്നങ്ങളും കാര്യങ്ങളും, ജീവിതം അസഹനീയമാകുന്നതും ഒക്കെ ഉണ്ട്. മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികൾ ധാരാളമായുണ്ട്. മാറി മാറി വരുന്ന മുന്നണി ഭരണകൂടമൊന്നും വയനാടിനെ കാര്യമായി പരിഗണിക്കുന്നില്ല. അവർക്കൊരു മികച്ച ആശുപത്രിയിൽ പോകണം, അവർക്ക് പരീക്ഷ എഴുതാനോ വിവാഹത്തിനോ ഇനി ആയിക്കൊള്ളട്ടെ ദൂരയാത്രകൾക്കോ എല്ലാം തന്നെ പൂർണ്ണമായും അർത്ഥത്തിൽ മറ്റൊരു ജില്ലയെ, അതായത് വയനാട്ടിലേക്കുള്ള താമരശ്ശേരി ചുരം ഒന്ന് അടഞ്ഞു പോയാൽ, അവിടെ ഒരു ഗതാഗത സ്തംഭനം ഉണ്ടായാൽ, അവിടെ വയനാട് എന്ന് പറയുന്ന ജില്ല പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളുകൾ, ആദിവാസി മേഖലകൾ, കാട്, ധാരാളമായുള്ള വന്യജീവി പ്രശ്നങ്ങൾ ധാരാളമായുള്ളൊരു പ്രദേശം കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരിടത്ത് ആരായിരിക്കണം MP എന്ന് പറയാൻ ഞാൻ ഒരാളല്ല. കാരണം വയനാട്ടിലെ ആളുകൾ ജയിപ്പിച്ചു വിട്ട ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ആളുകൾ തിരഞ്ഞെടുത്താണ്. പക്ഷേ ആരായിരിക്കണം വയനാട് പോലെയുള്ള പച്ചയായ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ ധാരാളമുള്ള ആളുകൾക്ക് വേണ്ടുന്ന ഒരു MP എന്ന് ചോദിച്ചാൽ അത് വയനാടിനെ അറിയാവുന്ന ആളായിരിക്കണം എന്നാണ് ഞാൻ പറയുക. കഴിഞ്ഞ ഒരാഴ്ചയോളമായി അതിഭീകരമായി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ട്, വാഹന ഗതാഗതം തടസ്സപ്പെട്ടതുണ്ട്, ജില്ല ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തുടരവേ വയനാട്ടിലെ MP എവിടെ പോയി എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അവരിവിടെ വരണ്ടേ? അവർ ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കണ്ടേ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കണ്ടേ? അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും ചെയ്യാതെ പൂർണ്ണമായും അർത്ഥത്തിൽ ബീഹാറിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ കൂടെ ബൈക്കിൽ കയറി വോട്ട് ചോരിക്കെതിരെ പ്രസംഗിച്ച് നടക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണ്. നോക്കൂ, പ്രിയങ്ക ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ വയനാടിന് അടിയന്തര സഹായവും അടിയന്തര സേവനവും വേണ്ടുന്ന ഒരു ഘട്ടത്തിൽ എത്താൻ പോലും സാധിക്കാത്ത ഒരു MP എന്ന് പറയുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല വയനാട് വന്ന് മത്സരിക്കുന്നു, വയനാട് വന്ന് ജയിക്കുന്നു, പിന്നെ ആ നാട്ടിലെ ജനങ്ങളെ വേണ്ട എന്ന് പറയുന്നത് എന്തൊരു ധാർഷ്ട്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭാഷ അറിയാത്ത, നാടിനെ അറിയാത്ത, അടിസ്ഥാന പ്രശ്നം എന്തെന്നറിയാത്തില്ലാത്ത ഒരു MP അവർ എവിടെയെന്ന് ചോദിച്ച് പ്രിയങ്ക ഗാന്ധിയെ കാണാനില്ലെന്ന് പറഞ്ഞ് BJP കഴിഞ്ഞ ഇടയ്ക്കാണ് പരാതി കൊടുത്തത്. നമുക്കറിയാം, വയനാട് ചൂരൽമല ദുരന്തമുണ്ടായി 1 വാർഷികമായപ്പോൾ നടത്തിയ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ ഇവർ എത്തിയിരുന്നില്ല. അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവർ ഏർപ്പെടുന്നില്ല. ഇനി നോക്കട്ടെ, ഇനി ഓക്കെ ഞങ്ങളുടെ MP ഉണ്ട്, അവർ പോയി പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വിചാരിച്ചാൽ വഖഫ് ബില്ല് പോലെ പ്രധാനപ്പെട്ട ഒരു ബില്ല് വന്നിട്ട് പോലും അതിന്മേൽ വിപ്പുണ്ടായിട്ട് പോലും സംസാരിക്കാൻ എത്താതിരുന്ന പ്രിയങ്ക ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്.